വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. തന്റെ വിശദീകരണം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അത് തള്ളണമെന്നും വർമ്മ ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിക്കാൻ കഴിയില്ലെന്നും അന്വേഷണ സമിതി ആവശ്യത്തിന് സമയം നൽകുകയും അഭിപ്രായം തേടുകയും ചെയ്തതായി കോടതി പറഞ്ഞു. ആ ഘട്ടത്തിൽ വർമ്മ എതിർപ്പ് അറിയിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ വൻതോതിൽ പണം കണ്ടെത്തിയതിനെ തുടർന്നാണ് സുപ്രീംകോടതി അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു റിപ്പോർട്ട്. പണം ഔദ്യോഗിക വസതിയിൽ സൂക്ഷിച്ചതിന് തെളിവുണ്ടെന്നും വർമ്മയുമായി ബന്ധപ്പെട്ടവരോ അറിയാതെ വസതിയിൽ പണം സൂക്ഷിക്കുവാൻ ആകില്ലെന്നുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 64 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 55 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പണം കണ്ടെത്തിയ സ്റ്റോർ മുറിയിൽ യശ്വന്ത് വർമ്മയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു പ്രവേശിച്ചിരുന്നത്. പുറത്തുനിന്നുള്ളവർക്ക് അനുമതിയില്ലാതെ പ്രവേശനം നൽകിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുവാൻ മതിയായ തെളിവുകളുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് വർമ്മ. പണം കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ അലഹബാദിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് യോഗത്തിനിടയിലാണ് വർമ്മയ്ക്കെതിരെ അന്വേഷണത്തിന് തീരുമാനമെടുത്തത്. യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ചില ജഡ്ജിമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ തീ അണയ്ക്കാൻ വന്ന അഗ്നിരക്ഷാ സേനയാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത്. തീപിടുത്തമുണ്ടായ സമയത്ത് യശ്വന്ത് വർമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന വീട്ടിലെത്തി തീയണച്ചത്. ഇതിനിടയിലാണ് കണക്കിൽപ്പെടാത്ത 15 കോടിയോളം രൂപ കണ്ടെത്തിയത്.